നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകൾ മാത്രം കണ്ടിട്ടുള്ള ആ വലിയ മെക്ക റോബോട്ടുകൾ ഇനി നമ്മുടെ നിരത്തുകളിലേക്കും എത്തുന്നു. അതും വെറും കോടികൾ മുടക്കിയാൽ ആർക്കും സ്വന്തമാക്കാൻ കഴിയുന്ന രീതിയിൽ. ചൈനീസ് കമ്പനിയായ യൂണിട്രി ആണ് GD01 എന്ന ഈ ഭീമൻ റോബോട്ടിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. യൂണിട്രിയുടെ ചെയർമാൻ വാൻ സിംഗ് ആണ് ഇത് പുറത്തിറക്കിയത്. ഡാൻസ് കളിക്കുന്ന ചെറിയ റോബോട്ടുകളെ ഉണ്ടാക്കി പേരെടുത്ത യൂണിട്രിയുടെ പുതിയ പരീക്ഷണമാണിത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ പ്രൊഡക്ഷൻ റെഡി അഥവാ ആർക്കും നേരിട്ട് വാങ്ങാൻ സാധിക്കുന്ന പൈലറ്റഡ് റോബോട്ടാണ് GD01. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ട്രാൻസ്ഫോർമേഷൻ. രണ്ട് കാലിൽ നിവർന്നു നിൽക്കുന്ന ഒരു റോബോട്ട് സൂട്ട് പോലെയും അതുപോലെ വേഗത്തിൽ സഞ്ചരിക്കാൻ 4 കാലുകളുള്ള ഒരു മൃഗത്തെ പോലെയും ക്വാഡ്രൂപെഡ് മോഡ്. ഇതിന് രൂപം മാറ്റാൻ സാധിക്കും. മൊത്തം ഭാരം ഏകദേശം 500 കിലോയും ഉയരം 2.64 മീറ്ററുമാണ്. റോബോട്ടിന്റെ കയ്യിലുള്ള വലിയ ഗ്ലൗസ് ഉപയോഗിച്ച് വമ്പൻ മതിലുകൾ പോലും ഇടിച്ചു തകർക്കാൻ ഇതിന് നിഷ്പ്രയാസം സാധിക്കും. റോബോട്ടിന്റെ മുകൾ ഭാഗത്തായി പൈലറ്റിന് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടുത്തെ കൺട്രോളുകൾ ഉപയോഗിച്ച് റോബോട്ടിനെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചലിപ്പിക്കാം. സയൻസ് ഫിക്ഷൻ യാഥാർത്ഥ്യമാകാൻ ഇച്ചിരി ചിലവുണ്ട്. ഏകദേശം $65,000 ഇതിന്റെ വില. അതായത് ഏകദേശം 5.4 കോടി ഇന്ത്യൻ രൂപ. സൈബർ സുരക്ഷാ രംഗത്ത് വലിയ മുന്നേറ്റവുമായി എത്തിയിരിക്കുകയാണ് ഓപ്പൺ AI. കമ്പനി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് പുതിയ മോഡലായ ഡേബ്രേക്ക് പ്രധാനമായും സൈബർ സുരക്ഷാ വിദഗ്ധർക്കായി രൂപകൽപ്പന ചെയ്തതാണ്. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് പരിശോധിക്കാം. Connect to company code. AI reads the entire codebase. AI simulates attacks. Vulnerability detection. AI generates patches. AI tests the fix. AI രംഗത്തെ മത്സരം ഇപ്പോൾ സാധാരണ ചാറ്റ്ബോട്ടുകളിൽ നിന്ന് മാറി നേരിട്ട് സൈബർ സുരക്ഷ പോലുള്ള അത്യന്തം നിർണായക മേഖലകളിലേക്കാണ് കടക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. കാരണം ലോകമെമ്പാടും സൈബർ ആക്രമണങ്ങൾ അതിവേഗത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൈന വീണ്ടും ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. മനുഷ്യരെ പോലെ നടക്കുകയും ചിന്തിക്കുകയും ജോലികൾ ചെയ്യുകയും ചെയ്യുന്ന പുതിയ AI റോബോട്ടുകൾ ഇപ്പോൾ വൈറലാകും. ചൈനയിലെ പല നഗരങ്ങളിലും മനുഷ്യരൂപത്തിലുള്ള റോബോട്ട് ട്രാഫിക് പോലീസുകാർ ഡ്യൂട്ടിയിലെത്തിക്കഴിഞ്ഞു. വാഹനങ്ങൾക്ക് സിഗ്നൽ നൽകുകയും ട്രാഫിക് നിയന്ത്രിക്കുകയും ആളുകൾക്ക് വഴി പറഞ്ഞു തരികയും ചെയ്യുന്നു ഈ AI റോബോട്ടുകൾ. 2030ഓടെ 10,000-ലധികം റോബോട്ടുകളെ വിന്യസിക്കാനാണ് ചൈനയുടെ പദ്ധതി. നിങ്ങളുടെ പിന്നാലെ ഒരു നിഴൽ പോലെ സഞ്ചരിക്കുന്ന ഈ സ്മാർട്ട് ട്രോളി കണ്ടോ? ഇത് സാധാരണ ട്രോളിയല്ല. AI ഉപയോഗിക്കുന്ന ഓട്ടോണമസ് ഫോളോ മീ റോബോട്ട് കാർട്ടാണ്. ലൈഡർ സെൻസറുകളും സ്മാർട്ട് ട്രാക്കിംഗ് സിസ്റ്റവും ഉപയോഗിച്ച് മുൻപിൽ നടക്കുന്ന ആളെ ഇത് കൃത്യമായി പിന്തുടരും. വഴിയിൽ ആളുകളോ മറ്റേതെങ്കിലും തടസ്സങ്ങളോ വന്നാൽ തനിയെ വഴിമാറി സഞ്ചരിക്കാനും ഇവയ്ക്ക് കഴിയും. 100 മുതൽ 150 കിലോ വരെ ഭാരം വഹിക്കാൻ കഴിയുന്ന ഈ റോബോട്ടുകൾ ഇപ്പോൾ ചൈനയിലെ വൻ വെയർഹൌസുകളിലും ഫാക്ടറികളിലും ഉപയോഗിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് യഥാർത്ഥ വിൽ സ്മിത്ത് അല്ലല്ല. ഇത് റിയൽ ടൈമിൽ പ്രവർത്തിക്കുന്ന ഒരു AI ഡീപ് ഫേക്ക് ഡെമോയാണ്. ഫ്രോഡ് പ്രിവെൻഷൻ കമ്പനിയായ ഇൻകോഗ്നിയ AI ഉപയോഗിച്ച് എത്ര എളുപ്പത്തിൽ ബയോമെട്രിക് വെരിഫിക്കേഷൻ സിസ്റ്റംസിനെ ചതിക്കാമെന്ന് കാണിക്കാനാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്. സാധാരണ സെൽഫി വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ നമ്മളോട് തലതിരിക്കാനും കണ്ണടക്കാനും ക്യാമറയിലേക്ക് അടുത്തുവരാനും പറയാറുണ്ടല്ലേ? ഇവിടെ AI അതെല്ലാം തത്സമയം കൃത്യമായി അനുകരിക്കുന്നു. സ്കിൻ ടെക്സ്ചർ, മുഖത്തെ ചുളിവുകൾ, ലൈറ്റിംഗ് എല്ലാം അത്രയും റിയലിസ്റ്റിക് ആണ്. സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ ഇല്ലെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് തിരിച്ചറിയാൻ പോലും പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കമ്പനികൾ ഫേഷ്യൽ വെരിഫിക്കേഷൻ മാത്രം ആശ്രയിക്കാതെ ലൊക്കേഷൻ ഡാറ്റ, ഡിവൈസ് ബിഹേവിയർ, യൂസേജ് പാറ്റേൺസ് പോലുള്ള ലേയേർഡ് സെക്യൂരിറ്റി മെത്തേഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. AI ലോകം ഓരോ ദിവസവും കൂടുതൽ ശക്തമാകുകയാണ്. പക്ഷേ അതിനൊപ്പം സെക്യൂരിറ്റി ചാലഞ്ചസും വളരുകയാണ്. AIയും റോബോട്ടിക്സും ലോകത്തെ എത്ര വേഗത്തിലാണ് മാറ്റുന്നതെന്ന് കണ്ടോ? ഇത്തരത്തിലുള്ള ഫ്യൂച്ചർ ടെക് അപ്ഡേറ്റുകൾക്കായി എയ്റോ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.